ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ഡിജിറ്റൽ ഡയറീസ് ഓഫ് ലെന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്ന ഒരു കൊറിയൻ റൈസ് മാസ്ക് ആണ്. അത് എല്ലാ പ്ലാറ്റ്ഫോമിലും വൈറലായിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. പക്ഷേ എനിക്കന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ അന്നത്തെ സ്കിൻ കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് ഇപ്പോൾ ഒന്ന് മെച്ചപ്പെട്ടത്, അപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായ ഒരു മെത്തേഡെന്ന് പറഞ്ഞാൽ ഒരു റൈസ് ഫ്ലോർ എടുത്തിട്ട് അതിൽ മിൽക്കും ഹണിയും കൂടി ആഡ് ചെയ്ത് ആ ഒരു പേസ്റ്റ് ആക്കിയത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഞാൻ അതിലെ രണ്ടാമത്തെ മെത്തേഡാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ഇന്ന് അതിൻ്റെ സാധനമാണ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് പോയി റെഡിയാക്കാം. ഇതിനായി ആവശ്യമായത് ബസ്മതി റൈസാണ്. ഇതൊരു അരക്കപ്പ് മതി. അരക്കപ്പ് തന്നെ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ സാരമില്ല, നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ 5-6 വെള്ളത്തിൽ കഴുകി ആ പൊടി മൊത്തം നല്ലതോണം കളയണം. അതിനുശേഷം ഇതിന് നമുക്ക് വേണ്ടി വരുന്ന വെള്ളം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ 1.5 കപ്പാണ് ഇതിൽ കാണിക്കുന്നത്, പക്ഷേ എനിക്ക് അതിലും കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു വേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. എന്നാലേ അത് കറക്റ്റ് ഇതായിട്ട് വേവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രയും ആഡ് ചെയ്താൽ മതി. 1.5 കപ്പ് എന്നുള്ള അളവൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് ഏതാണ്ട് ഒരു 70% വേവണം, കുറഞ്ഞത്. ഇത്തിരി വെന്തെന്ന് പറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല, അത് ഇത്തിരിയും കൂടി എളുപ്പമാക്കത്തതേ ഉള്ളൂ. ഇനി റെഡിയായ റൈസിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മിൽക്കാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്രയും എമൗണ്ട് മിൽക്ക് ആഡ് ചെയ്യാം. ഞാൻ അത്ര ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ച് വന്നപ്പോഴത്തേക്ക് ഇത്തിരി തിക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ പിന്നെയും 2 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്തു. അപ്പം ആവശ്യത്തിനുള്ള അത്രയും മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മിൽക്ക് ഇവിടെ ഓപ്ഷണലാണ്. മിൽക്ക് അലർജി ആയിട്ടുള്ളവർക്ക് ഈ സ്റ്റെപ്പ് വിടാം, അല്ലെങ്കിൽ കേർഡ് യൂസ് ചെയ്യാം. ഈ സ്റ്റെപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മിൽക്ക് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് സ്റ്റെപ്പിൽ 1 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഹണി പറ്റാത്തവർക്ക് അലോവേറ ജെല്ലായാലും യൂസ് ചെയ്യാം. ഇനി മിൽക്കും ഹണിയും കൂടി പറ്റാത്തവർക്ക് റൈസും റോസ് വാട്ടറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ് മാസ്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയണം എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഫേസ് അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ എന്തോ ഒരു ചെറിയ ഗ്ലോ കിട്ടുന്നുണ്ട്. പിന്നെന്താ, ഭയങ്കര സ്മൂത്തായ പോലൊരു ഫീലിംഗ് തോന്നുന്നുണ്ട്. സ്മൂത്ത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കണ്ടോ 2-3 പിമ്പിൾസ് ഉണ്ട്, എന്നാലും ഒരു ഭയങ്കര സ്മൂത്തായ പോലെ ഒരു ഫീലിംഗ് നമുക്കിങ്ങനെ വരുന്നുണ്ട്. ഇതിപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു 2 to 3 വീക്സ് എങ്കിലും യൂസ് ചെയ്യണം. ഡെയിലി അല്ല, 2 to 3 വീക്സ് ഒരു തവണ കാണാം ഇത് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. റിസൾട്ട് നമുക്ക് നല്ലോണം അറിയാൻ പറ്റുന്നത് ഒരു 2 to 3 വീക്സ് കഴിയുമ്പോഴാണെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഇവിടെയൊക്കെ കണ്ടോ, എനിക്ക് കുറച്ച് പാടുകളുണ്ട്, അപ്പോൾ അതെല്ലാം മാറും എന്നാണ് പറയുന്നത്. പിന്നെ എക്സസീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം വലിച്ചെടുക്കും. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. അത് ഓയിൽ എടുത്തായിട്ട് എനിക്ക് നല്ല ഫീലുണ്ട്, കാരണം ഇപ്പോൾ ഓയിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.